രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജം ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതയിലെ ശകലങ്ങൾ, വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചാനലിൻ്റെ ശരിയായ നടത്തിപ്പിനും നിലനിൽപ്പിനും കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. പ്രിയരെ, അതിഭയങ്കരിയായ രാക്ഷസിയായ താടക വഴി മുടക്കിക്കൊണ്ട് കരൂഷം മലദം എന്ന് പറയുന്ന സ്ഥാനത്ത് ശയിച്ച് മഹർഷിമാർക്കും സജ്ജനങ്ങൾക്കും ഉപദ്രവമുണ്ടാക്കുന്നു. അതിനാൽ അവളെ എങ്ങനെയും വധിക്കണം എന്ന് വിശ്വാമിത്രൻ രാമനോട് നിർദ്ദേശിക്കുകയാണ്. സ്ത്രീവധം പാപമാണ്, അതിനാൽ അത് ചെയ്യാമോ എന്നൊന്നും ഇവിടെ ശങ്കിക്കേണ്ടതില്ല. ഗുരുക്കന്മാരെ വധിക്കണോ എന്ന് അർജുനൻ ശങ്കിച്ചപ്പോൾ ഭഗവാൻ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ. പൂതനയെ വധിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ പണ്ട് മന്ധര എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ വധിച്ചിട്ടുണ്ട്. ബ്രാഹ്മണത്തിൽ മന്ധരയില്ല. അതുപോലെ തന്നെ സാക്ഷാൽ വിഷ്ണു ശുക്രമാതാവിനെ വധിച്ച കഥയും ഉണ്ട്. അപ്പോൾ വേണ്ടി വന്നാൽ സ്ത്രീകളെ വധിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ ഉദാഹരണ സഹിതം വിശ്വാമിത്രൻ രാമനോ പറഞ്ഞു കൊടുത്തു. പിതൃവചനം, ഗുരുവചനം ഇത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ച പരമധർമ്മം. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും സ്ത്രീവധത്തിന് ശങ്ക വേണ്ട. പശുക്കളെ ഉപദ്രവിക്കുക, ബ്രാഹ്മണനെ ഉപദ്രവിക്കുക, സജ്ജനങ്ങളെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഈ ഇവളെ വധിക്കുന്നത് സജ്ജനഹിതമായിട്ടേ വരൂ എന്ന് രാമൻ മനസ്സിൽ ഉറപ്പിച്ചു. ഋഷിവാക്യം കേട്ടു. ആദ്യം തന്നെ ചെറുഞാണൊലി ആ പ്രദേശത്ത് ഇങ്ങനെ പുറപ്പെടുവിച്ചു എന്ന് പറയുകയാണ്. ഞാണൊലി ഇങ്ങനെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ശത്രു ഉണ്ടെങ്കിൽ വരാനും ശത്രുവിനൊരു സിഗ്നലുമാണ്. എന്നെ എതിർക്കാൻ ഞാൻ ഇവിടെ തയ്യാറായിരിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വാ. വരാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു മുന്നോടി എന്നൊക്കെ പറയില്ലേ, ഈ കച്ചേരിയൊക്കെ നടക്കുമ്പോൾ മൃദംഗിസ്റ്റ് ഇങ്ങനെ ടും 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 ടിടും കിടപിടുന്നതിൽ അടികളൊക്കെ ഇല്ലേ, തെറ്റാണോ യഥാർത്ഥത്തിലുള്ള കൊട്ട എന്ന പോലെയാണ് ഈ ചെറുഞാണൊലി. ഭാവിയിൽ വരാൻ പോകുന്ന വലിയ യുദ്ധത്തിൻ്റെ ഒരു സിഗ്നലാണ് എന്നാണ്. അങ്ങനെ ചെറുഞാണൊലിയുടെ ഒരു സമ്പ്രദായം ഉണ്ട്. ഞാൻ എന്നെ എതിർക്കാൻ ഇവിടെ ഉണ്ട്, തയ്യാറായിരിക്കണു, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വാ. എന്നാൽ ഈ ചെറുഞാണൊലി ടെം ടെം എന്ന് പറഞ്ഞിട്ട് ആ ഞാണൊലിയുടെ ശബ്ദത്തെ ഭഗവാൻ ആദ്യമായിട്ട് പുറപ്പെടുവിച്ചു. ശബ്ദം കേട്ട ദിശ തിരിച്ചറിയാൻ ആ താടകയ്ക്ക് കഴിഞ്ഞു. അതിനുള്ള കഴിവുണ്ട്. എവിടുന്നാണ് ശബ്ദം വന്നത് നോക്കി രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് കൊണ്ട് വരികയാണ്. അത് അവിടെ കണ്ടാൽ തന്നെ ഭയങ്കര ഭീകര രൂപമാണ്. പക്ഷെ എന്തുതന്നെയായാലും ഭഗവാനെ വധിക്കാനൊരു മടി. സ്ത്രീയല്ലേ, വിരൂപയാക്കിയിട്ട് അവളെ വിട്ടയച്ചാൽ വധിച്ചു എന്ന പാപം തന്നെ ബാധിക്കില്ല. അവൾ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കുകയാണെന്ന് വെച്ചാൽ അതിൽ നിൽക്കട്ടെ, കഴിയട്ടെ എന്ന് വിചാരിച്ച് ചെവിയും മൂക്കും ഛേദിച്ചു. അപ്പോൾ ചോര ഒലിക്കുന്ന രീതിയിൽ ഭയങ്കരമായ രൂപം കണ്ടു. അപ്പോൾ രാമൻ പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, ആ രൂപം, ചോര ഒലിക്കുന്ന ഭയങ്കരമായ രൂപം. ആ കാതും മൂക്കും മുറിക്കാം എന്നങ്ങനെ കരുതി കൈകൾ ഉയർത്തി. ആ സമയത്ത് താടക പാഞ്ഞു വരികയാണ് രാമൻ്റെ അടുത്തേക്ക്. അപ്പോൾ വേഗം ജയാശംസകളൊക്കെ ദേവന്മാർ ആകാശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. രാഘവന്മാർക്ക് സ്വസ്തി ഉണ്ടാവട്ടെ. ലക്ഷ്മണന് രാമനും കൂട്ടിയിട്ട് പറയുക, രാഘവന്മാർക്ക് സ്വസ്തി ഉണ്ടാവട്ടെ, വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്വസ്തി വാചകങ്ങൾ മുകളിൽ നിന്ന് ദേവന്മാർ പുറപ്പെടുവിച്ചു.
വിശ്വാമിത്രനും അനുഗ്രഹിച്ചു. ജയമുണ്ടാവട്ടെ, വിജയീ ഭവ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് ഒരുപാട് മായാ പൊടി പടലങ്ങൾ മായ കൊണ്ട് സൃഷ്ടിക്കുകയാണ് താടക. അതുപോലെ തന്നെ ധാരാളം കല്ലുകളുടെ വർഷം, ശിലാവർഷം ഇങ്ങനെ ഉണ്ടായി. ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ ഇങ്ങനെ വരുന്നതായിട്ട്. പിന്നീട് ഭഗവാൻ താടകയുടെ കയ്യാണ് മുറിച്ചത്. അങ്ങനെ ലക്ഷ്മണൻ നാസികാഗ്രങ്ങളും അതുപോലെ തന്നെ ചെവിയും മുറിച്ചു. വലിയ കൽമഴ അപ്പോഴും അവൾ പുറപ്പെടുവിച്ചു. അധികം താമസിയാതെ രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഇനിയും ഇവളോട് എന്തിനാണ് അങ്ങ് കരുണ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ സജ്ജന വിദ്വേഷിയാണ്, പശുക്കളെ വിദ്വേഷിക്കുന്നവളാണ് ഇവൾ, എല്ലാവരും ഉപദ്രവിക്കുന്നതാണ്. എന്തിനാണ് ഇനി നീ ഈ കാരുണ്യം അവളോട് കാണിക്കുന്നത്? കാരുണ്യമായാലും മറ്റ് സംഗതികളൊക്കെ അർഹതയുള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ. ദയ, പരിഗണന, ഇതൊക്കെ അർഹതയുള്ളവർക്കേ കൊടുക്കണ്ടു. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിഗണന ഇപ്പോൾ കാണിക്കുന്നത്? ദുഷ്ടയായ ഇവളെ വധിക്കാൻ എന്തിനാണ് താമസിക്കുന്നത്? ഇനിയും താമസിക്കേണ്ട കാര്യമില്ല എന്നായി വിശ്വാമിത്രൻ. രാമനാവട്ടെ ആ ശിലാവർഷത്തെ മുഴുവൻ അസ്ത്രവിദ്യ കൊണ്ട് തടുത്തതിന് ശേഷം മാറു പിളർന്ന് അവളെ വധിക്കുകയാണ്. അലറിക്കൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ താടകഥ മരിച്ചു വീണു. ഇന്ദ്രാദി ദേവന്മാരൊക്കെ രാമനെ വാഴ്ത്തി. വളരെ കാലമായിട്ട് ഈ പ്രദേശം ആർക്കും സഞ്ചരിച്ച് കൂടാത്തതായിരുന്നു. വലിയൊരു ആപത്ത് ഇതാ ഈ രാമൻ തൻ്റെ ശക്തി കൊണ്ട് നീക്കിയിരിക്കുന്നു. വലിയൊരു ഗുണം ഇപ്പോൾ ഈ സ്ഥലത്തേക്ക്, ലോകത്തിന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഉണ്ടായി. അന്ന് രാത്രി വിശ്വാമിത്രൻ അവിടെ വസിച്ചു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടെ നിന്നും കുറച്ചും കൂടി അങ്ങോട്ട് പോവാം, വടക്ക് കിഴക്കേ ദിക്കിലേക്കായിട്ട് അങ്ങനെ നീങ്ങുകയാണ് അവർ. പോവാം എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവിടെ കഴിയുകയാണ്. അങ്ങനെ എല്ലാവരും രാത്രി ഒരുവിധം അങ്ങനെ കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോൾ പലവിധ അസ്ത്രവിദ്യകൾ രാമൻ ഉപദേശിക്കുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ഹേ രാമകുമാര, നിനക്ക് വേണ്ടുന്ന എല്ലാ അസ്ത്രങ്ങളും ഞാൻ ഉപദേശിക്കാം. ഒരാൾക്ക് ചില അസ്ത്രങ്ങൾ വശമാവുക എന്നല്ലാണ്ട് എല്ലാ അസ്ത്രങ്ങളും വശമാവുക എന്നുള്ളത് വളരെ വിരളമാണ്. എല്ലാവർക്കും അത് സംഭവിക്കാറില്ല. പക്ഷേ നീ അതിന് അർഹനായതുകൊണ്ട് സർവാസ്ത്രവിദ്യകളും ഒരുമിച്ച് നിനക്ക് ഞാൻ ഉപദേശിക്കാം. ആരെയും ആ അസ്ത്രവിദ്യകൾ ഉപയോഗിച്ചിട്ട് നിനക്ക് പോരിൽ ജയിക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ് വിശ്വാമിത്രൻ. ചില അസ്ത്രങ്ങളിലൊക്കെ പേരിവിടെ പറയുന്നത് ദണ്ഡചക്രം, അസ്ത്രത്തിൻ്റെ പേരാണ് ദണ്ഡചക്രം, ധർമ്മചക്രം, കാലചക്രം, വിഷ്ണുചക്രം, ഐന്ദ്രചക്രം, ഇങ്ങനെയൊക്കെ കുറേ ചക്രങ്ങൾ. അതേപോലെ തന്നെ വജ്രാസ്ത്രം, ഇന്ദ്രൻ്റെ വജ്രാസ്ത്രം, ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് വജ്രാസ്ത്രം. അതുപോലെ തന്നെ ഐഷീകം എന്ന് പറഞ്ഞിട്ട് ഒരു ശൂലം, അത് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ലേ, ശിവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശൂലമാണ് ഈ ഐഷീകം. അതേപോലെ തന്നെ ബ്രഹ്മശിരോസ്ത്രവും മോദകി ശിഖരി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗത കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും വിശ്വാമിത്രൻ കൊടുത്തു. ധർമ്മപാശം, കാലപാശം, വരുണാസ്ത്രം, അതുപോലെ തന്നെ ശുഷ്കം ആർദ്രം എന്ന് പറഞ്ഞിട്ട് 2 അശനികൾ, അശനി എന്നാണ് പറയുക, അങ്ങനെ 2 അസ്ത്രങ്ങളും കൊടുത്തു. ശനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇടിമിന്നലാണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പാഞ്ഞു ചെല്ലാൻ കഴിവുള്ള 2 എണ്ണത്തിൻ്റെ പേരാണ് ശുഷ്കം, ആർദ്രം. ഒന്ന് നനവുള്ളതും ഒന്ന് നനവില്ലാത്തതും, അങ്ങനെ 2 അശനികൾ കൊടുത്തു. പൈനാകാസ്ത്രം, നാരായണാസ്ത്രം, ശിഖരം, ആഗ്നേയം, അതുപോലെ തന്നെ പ്രഥമം എന്നും കൂടി പേരുള്ളതായ വായവ്യാസ്ത്രവും ഹയശിരസ്, ക്രൗഞ്ചം അതും കൊടുത്തു. 2 വേലുകൾ കൊടുത്തു. വേലെന്ന് പറഞ്ഞാൽ ഈ അറ്റം കൂർത്തതായിട്ടുള്ള വടി സുബ്രഹ്മണ്യൻ്റെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒറ്റ ഏറെ എറിഞ്ഞാൽ മാറ് പിളർന്ന് ശത്രു അവിടെ മരിച്ചു വീഴും. അങ്ങനത്തെ കൂർത്ത അറ്റമുള്ള നീളത്തിലുള്ള സംഗതിക്കാണ് വേല് എന്ന് പറയുക. നീണ്ടി സൗമിത്രി ചാട്ടിയിടിനാൻ എന്നൊക്കെ രാമായണത്തിൽ കാണാം. എറിയ, ചാട്ടുക എന്ന് പറഞ്ഞാൽ എറിയ. അറ്റം കൂർത്തതായിട്ട് ശൂലം പോലെ ത്രികോണാകൃതിയിൽ കൂർത്ത അറ്റം, അതിനാണ് വേല് എന്ന് പറയുക. അപ്പോൾ 2 വേലുകൾ ഭഗവാന് കൊടുത്തു. പിന്നെ കങ്കാളം, ഘോരം, മുസലം, കിങ്കിണി മുതലായിട്ടുള്ള പല പേരുള്ളതായ ഒരുപാട് അസ്ത്രങ്ങൾ കൊടുത്തു. അസുരവധത്തിന് ഇതെല്ലാം രാമ നിനക്ക് ഉപകാരമായിട്ട് തീരുകയും ചെയ്യും. അതുപോലെ വിദ്യാധര നന്ദനം, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വാള്, ഇതൊക്കെയും രാമൻ്റെ കയ്യിൽ വിശ്വാമിത്രൻ സമ്മാനിച്ചു. പ്രസ്വാപനം, പ്രശമനം, സൗമ്യം, അതുപോലെ തന്നെ സമ്പർത്തം, മുസലം, സൗരം, ഇതൊക്കെയാണ് അതിൻ്റെ പേര്.
വളരെയധികം അസ്ത്രങ്ങൾ ഒന്നിച്ച് അതുപോലെ തന്നെ സ്വായത്താക്കാൻ ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ സ്വാക്രം ശീതേഷു എന്നൊക്കെ പറഞ്ഞിട്ട് ചില അതും കൊടുത്ത് ഒന്നിച്ച് സ്വായത്തമാക്കാൻ കഴിയാത്തതാണ് ഈ അസ്ത്രങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് വിവിധ അസ്ത്രങ്ങൾ ശ്രീരാമകുമാരന് കൊടുത്തത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ അസ്ത്രങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത്, ഈ അസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേവലം ഈ അമ്പല്ലാതെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്ന അസ്ത്രങ്ങളൊക്കെ ഒരു ദേവതകളെ പോലെയാണ്. അതായത് എന്ത് മന്ത്രം മനസ്സിൽ ജപിച്ചാൽ അവിടെ ദേവതാ സ്വരൂപത്തിൽ വന്ന് ഈ ജപിച്ച ആളുടെ മുമ്പിൽ വണങ്ങും. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. എന്താണ് പറഞ്ഞത് വെച്ചാൽ അതാണ് അനുസരിക്കും. എന്നുവെച്ചാൽ ദേവതാ സ്വരൂപത്തോടു കൂടി മന്ത്രശക്തിയോടു കൂടി പ്രയോഗിക്കേണ്ട ചില ദേവതാ സ്വരൂപമാണ് ഈ അസ്ത്രങ്ങൾക്ക് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് അസ്ത്രം മാത്രമല്ല എന്നർത്ഥം. വിശേഷേണയുള്ള അസ്ത്രങ്ങളാണ്. അവയൊക്കെ ദേവതാ ശക്തിയുള്ള അസ്ത്രങ്ങളാണ്. മന്ത്രം കൊണ്ടാണ് അവ പ്രയോഗിക്കുക. മന്ത്രം അറിയണം. അതുപോലെ ഉപസംഹരിക്കാനും മന്ത്രം അറിയണം. ഒന്നിങ്ങനെ പ്രയോഗിക്കുക മാത്രമല്ല, ഇല്ലെങ്കിൽ അങ്ങനെ തൊടുത്ത് വിടുക മാത്രമല്ല എന്നർത്ഥം. മന്ത്രം ജപിച്ചവയെ വരുത്തുക. അപ്പോൾ അവർക്കൊക്കെ ഒരു വ്യക്തികളുടെ പ്രഭാവമുണ്ട്. അപ്പോൾ ഇവിടെ ഇവരൊക്കെ നമസ്കരിച്ചിട്ട് ഞങ്ങൾ അങ്ങേക്ക് വിധേയരാണ്. കണ്ടോ, സാധാരണ അസ്ത്രം സംസാരിക്കുമോ? ഞങ്ങൾ വിധേയരാണെന്നൊക്കെ സംസാരിക്കുമോ? അപ്പോൾ ഇവിടെ അത് പറയേണ്ടതാണ്. വിശ്വാമിത്രൻ കൊടുത്തയച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതായ സ്വാധീനമാക്കി കൊടുത്ത പ്രത്യേക അസ്ത്രങ്ങളാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് വിധേയങ്ങളാണ്. ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാം. എന്തങ്ങ് പറഞ്ഞോ അത് ഞങ്ങൾ പ്രവർത്തിക്കാം. അപ്പം ഇങ്ങനെയും സാധാരണ അസ്ത്രങ്ങൾ പറയാറില്ല. അപ്പം അത് പ്രത്യേക വിശേഷേണയുള്ള ദേവതാ സ്വരൂപമാണ്, മന്ത്രം കൊണ്ട് പ്രയോഗിക്കേണ്ടതാണ് എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ഇവങ്ങൾ എന്ത് ചെയ്യണം? സദാ എൻ്റെ മനസ്സിൽ വസിക്കുക. ഈ അസ്ത്രങ്ങളും ഈ ഇരുമ്പൊക്കെ അമ്പൊക്കെ വസ്ത്രത്തിൽ മനസ്സിൽ വസിക്കുക. സാധാരണ അത് വിശേഷേണയുള്ള അസ്ത്രപ്രയോഗമാണ് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിൽ വസിക്കുക. എപ്പോൾ ഞാൻ വിചാരിക്കുന്നുവോ, മനസ്സിൽ വിചാരിക്കുന്നുവോ, അതുപോലെ നിങ്ങൾ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പൊക്കോളിൽ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. മനസ്സിൽ വസിക്കുക എന്നും പറഞ്ഞു. സ്വച്ഛന്തം സഞ്ചരിച്ച് ഞാൻ വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ ആ അസ്ത്രങ്ങൾക്ക് നിർദ്ദേശമൊക്കെ കൊടുത്തു. തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ലല്ലോ, താടകയെ വധിച്ചു കഴിഞ്ഞു, ഇനി ആവശ്യമുള്ളപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞ് ഭഗവാൻ അത്രയും അസ്ത്രങ്ങളെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചു. വിശ്വാമിത്രൻ്റെ ആ കഴിവ് കാരണം ഇനി ഈ അസ്ത്രങ്ങളെയൊക്കെ ഉപസംഹരിക്കണം. പ്രയോഗിച്ചാൽ മാത്രം പോരാ, അല്ലെ, ഉപസംഹരിക്കണം. ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ ഉപസംഹരിക്കാൻ പറ്റൂ. അങ്ങനെ ഓരോന്നിനും ഓരോരോ അസ്ത്രം കൊണ്ട് ഉപസംഹാരം വേണം. ആ ഉപസംഹാര മന്ത്രവും പറഞ്ഞു കൊടുത്തു. സുഖപ്രദമായിട്ടുള്ള സംഹാര രീതി ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യചന്ദ്രന്മാർക്ക് തുല്യമായിട്ട് രാമകുമാരന്മാരും ലക്ഷ്മണനെ അങ്ങനെ പ്രകാശിച്ചു. വേണ്ട സമയത്തെ സഹായിക്കണം എന്നൊക്കെ അസ്ത്രത്തിനോട് പറഞ്ഞ് അസ്ത്രപ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതിനെ ഉപസംഹരിക്കാനുള്ള വിദ്യയും പറഞ്ഞു കൊടുത്തു. കുറച്ചപ്പുറത്തായിട്ട് നല്ല വൃക്ഷങ്ങളടങ്ങിയ ഒരു തോട്ടം കാണണം. അസ്ത്രമൊക്കെ അങ്ങനെ സ്വാധീനമാക്കി റെഡിയായിട്ടിരിക്കുകയാണ്. ഏത് ശത്രുക്കളെ വന്നാലും ഉപസംഹരിക്കാൻ വേണ്ടി വളരെയധികം മരങ്ങൾ തിങ്ങി നിൽക്കുന്ന മനോഹരമായ, അല്ലേ, മരം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിനൊരു ആനന്ദമാണ്. പച്ച ഇലകളും നല്ല കാറ്റും കുളിർമയൊക്കെ ഉള്ള മരങ്ങളുടെ ഒരു സമൂഹം കണ്ടപ്പോൾ അത് ഭഗവാൻ ചോദിച്ചു, മഹർഷി, നമ്മൾ ഈ കാണുന്ന കാടുണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ, പൂക്കളൊക്കെ അത് ഏതാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിമനോഹരമായ പ്രകൃതിരമണീയമായ വൃക്ഷങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ഈ സ്ഥാനം ഏതാണ്, ആശ്രമം എന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിനാണ് സിദ്ധാശ്രമം എന്ന് പറയുക. പണ്ട് മഹാബലിയെ ജയിച്ച് ഈ സ്വർഗം ഇന്ദ്രന് വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ വാമനാവതാരം സ്വീകരിക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പറയും ഭഗവാൻ കേൾക്കാണ്ട്. ഭഗവാൻ തന്നെയാണ് അവതരിച്ചത് വാമനായിട്ടേ. അത് കേട്ടിട്ടുണ്ടല്ലോ പറയുക, കേൾക്കാത്ത പോലെ. അപ്പോൾ ആ വാമനൻ പിന്നീട് താമസമാക്കിയിട്ടുള്ള ആശ്രമമാണ് രാമ സിദ്ധാശ്രമം. ആ സിദ്ധാശ്രമമാണ് നിങ്ങൾ ഇപ്പോൾ മുന്നിൽ വൃക്ഷങ്ങളോട് നിബിഡമായി ആ കാണുന്നത്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് വാമനമൂർത്തി വസിക്കുന്നതായിട്ടുള്ള പൂർവാശ്രമത്തിലേക്ക് കൊണ്ടുപോവാണ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ. പിന്നെ അവിടെ വെച്ചിട്ടാണ് മറ്റ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ. മാരീചനുണ്ട്, സുബാഹുണ്ട്, കുറേ ആൾക്കാരെ വധിക്കാറുണ്ട്. ഇനി അങ്ങനെ
ആ പ്രദേശത്ത് കൂടെ പോയി സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അടുത്തൊരു ഭാഗത്തിലാവാം. പൂർവന്റാമതപോവനാദിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.